ഇസ്ലാമിയുടെ ദീനിൻ്റെ അടയാളങ്ങളുണ്ട്. ശആഇറുല്ലാഹ്, ഒരുപാട് അടയാളങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ട് കാണുന്ന നമ്മുടെ പള്ളികൾ, നമ്മുടെ വേഷവിധാനങ്ങളിലുള്ള ഇസ്ലാമിയാത്തുകളായി പഠിപ്പിച്ച കാര്യങ്ങളിലുള്ള എല്ലാം അതിൽ കടന്നു വരും. അത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടയാളങ്ങളായി നമ്മൾ മനസ്സിലാക്കുന്നവയാണ്. അതിനെ ആദരിക്കുന്നത് ഹൃദയത്തിൻ്റെ തഖ്വയുടെ ഭാഗമാണ് എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ തഖ്വ എന്ന സംഗതിയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പ്രവാചകൻ ഒന്നാമത്തെ ഹദീസിൽ നമ്മോട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ച് വെച്ചിട്ടുള്ളത്. നമ്മുടെ ഹൃദയത്തെ നമ്മളെങ്ങനെ അതിനെ മിനുക്കിയെടുക്കുന്നു, അതിനെ എങ്ങനെ നമ്മൾ എത്ര ശുദ്ധിയോടുകൂടെ കൊണ്ടു നടക്കാൻ ശ്രമിക്കുന്നു എന്നതുമായി ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. അല്ലാഹു പറയുകയാണ്, ഫലാ തുസക്കു അൻഫുസകും ഹുവ അഅലമു ബിമൻ ഇത്തഖ. ഞാൻ സ്വയം സംസ്കരിക്കപ്പെട്ടവനാണ് എന്ന് പറയേണ്ടതില്ല. അള്ളാഹുവിനറിയും ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ തഖ്വ പാലിക്കുന്നവനെന്ന സംഗതി. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കി അത് മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച ദുനിയാവിൻ്റെ ഓരോ സൃഷ്ടിപ്പുകൾ, അതിൻ്റെ വൈവിധ്യമാർന്ന പല സംഗതികൾ, അതിലേക്ക് നോക്കുന്നിടത്ത് ഒരു വിശ്വാസിക്ക് അവൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഈ തഖ്വയുടെ അടിസ്ഥാനത്തിൽ അവൻ അള്ളാഹുവിലേക്ക് അടുക്കുവാൻ സാധിക്കുമെന്നൊരു യാഥാർത്ഥ്യം അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന ഫി ഇഖ്തിലാഫിൽ ലൈലി വന്നഹാരി വമാ ഖലഖല്ലാഹു ഫിസ് സമാവാതി വൽ അർദ് ലആയാതിൻ ലിഖൗമി യത്തഖൂൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പകലാക്കുന്നു, അത് മാറി രാത്രിയാകുന്നു. ആകാശഭൂമികളെ അള്ളാഹു ഇவ்விധം സംവിധാനിച്ചതും അതിനെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടുവരുന്നതും അതിൽ ലആയാതിൻ ലിഖൗമി യത്തഖൂൻ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് ചില ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നതാണ് പറഞ്ഞിട്ട്. അപ്പോൾ ആ സൂക്ഷ്മത നിലനിർത്തുന്നവർക്ക് ദുനിയാവിൻ്റെ അവൻ്റെ ചുറ്റുമുള്ള അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവയിലേക്ക് തന്നെ നോക്കുമ്പോൾ അവൻ അതിൽ നിന്ന് തഖ്വയിലേക്ക് ഉപകാരം ചെലുത്തുന്ന പലതും കണ്ടെത്താൻ സാധിക്കുമെന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച മാർഗ്ഗേണ ജീവിക്കാൻ അവന് സാധിക്കുമെന്നതാണ്. ഖൈറുകളിലേക്ക് അവന് കൂടുതൽ ആഗ്രഹം പൂണ്ട ഒരവസ്ഥ ഉണ്ടാകുമെന്നതാണ്. ഷർറുകളിൽ നിന്ന് മാറി നിന്ന് സഞ്ചരിക്കുവാൻ അവനെ അത് പ്രേരിപ്പിക്കും എന്നതാണ് പറഞ്ഞു വരുന്നത്. അതിന് വേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ തഖ്വയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധന ചെയ്യുന്ന ഖുർആനിലൊരു ആയത്ത്, യാ നിസാ അൻ നബിയ്യി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ. അല്ലയോ പ്രവാചകൻ്റെ ഭാര്യമാരെ, നിങ്ങൾ മറ്റുള്ള സ്ത്രീകളെപ്പോലെ ഒരു സ്ത്രീകൾ മാത്രമല്ല. ഇനി തഖൈതുന്ന ഫലാ തഖ്ലഅന ബിൽ ഖൗൽ, നിങ്ങൾ തഖ്വ സൂക്ഷിക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ തഖ്വ കുടികൊള്ളുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള സൂക്ഷ്മത അത് രൂഢമൂലമായി മാറിയിട്ടുണ്ടെങ്കിൽ, ഫലാ തഖ്ലഅന ബിൽ ഖൗൽ, നിങ്ങൾ വാക്കിൽ കൊഞ്ചിക്കുഴയുന്ന സംസാരം മനഃപൂർവ്വം കൊണ്ടുവരരുത്. ഫയത്മഉല്ലദീ ഫീ ഖൽബിഹി മറദ്, ഹൃദയത്തിൽ രോഗമുള്ളവൻ നിങ്ങളുടെ വാക്ക് കേൾക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം ജനിക്കും. വഖുൽന ഖൗലൻ മഅറൂഫ, നിങ്ങൾ പറയേണ്ടത് നല്ല വാക്കുകളാണ് എന്നതാണ്. അവിടെ ഈ സംഗതിയിലേക്കും അവരെ പ്രേരിപ്പിക്കാൻ, അവരെ അഭിസംബോധന ചെയ്യാൻ അള്ളാഹു പറയുന്നത് ഇനി തഖൈതുന്ന, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരാണെങ്കിൽ, തഖ്വ പാലിക്കുന്നവരാണെങ്കിൽ എന്ന സംഗതിയാണ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ നേരായ ചൊവ്വായ സഞ്ചാരത്തിന് വളരെ അവിഭാജ്യമായ ഘടകമാണ് നമ്മുടെ മനസ്സിൽ കുടികൊള്ളേണ്ട തഖ്വ എന്ന സംഗതി. അതെല്ലാ കാര്യത്തിനോടും അത് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതാണ്. എല്ലാം കഴിഞ്ഞ് നാളെ പരലോകത്ത് കടന്നു വരുമ്പോൾ ആർക്കാണ് ഉപകാരമുണ്ടാകുന്നത്, ആരാണ് വിജയിക്കുന്നത് എന്ന ചോദ്യത്തിന് അല്ലാഹു ഖുർആനിൽ കൃത്യമായൊരു മറുപടി പറയുന്നു. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ സന്നിധാനത്ത് അവൻ്റെ സമക്ഷത്തിൽ കടന്നു വരുന്ന ആളുകൾ അവർ രക്ഷപ്പെട്ടവരാകുന്നത് എപ്പോഴാണെന്ന് പറയുകയാണ്. മക്കളോ നമ്മുടെ സമ്പത്തോ നമ്മുടെ ഒന്നും നമുക്ക് ഉപകാരപ്പെടാത്തൊരു കാലത്തെ സംബന്ധിച്ച് പറയുന്നു. ഇല്ല മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് സമാധാനമടഞ്ഞ ഹൃദയവുമായി കടന്നു വന്നവനല്ലാതെ രക്ഷപ്പെടുകയില്ല എന്ന കാര്യമാണ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. സഹോദരങ്ങളെ, മഹാനായ പണ്ഡിതൻ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഒരു സമാധാനമടഞ്ഞ ഹൃദയം എന്ന് പറഞ്ഞാൽ അവൻ്റെ ഹൃദയം ഏതെല്ലാം കാര്യങ്ങളിൽ നിന്നാണ് സമാധാനമടയുന്നത് എന്നതിനെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. മിനശ്ശിർക്ക്, ഒന്നാമതായി പറയാനുള്ളത് ഷിർക്കിൽ നിന്ന് അവൻ്റെ ഹൃദയം സമാധാനമടഞ്ഞിരിക്കണം. വൽ ഗില്ല്, പകയിൽ നിന്ന്, വൽ ഹിഖദ്, മറ്റുള്ളവരോടുണ്ടാകുന്ന കോപം, വൽ ഹസദ്, ദേഷ്യം, വശുഹ്, അതുപോലെ തന്നെ പിശുക്ക്, വൽ കിബർ, അഹങ്കാരം, വഹുബ്ബി ദുനിയ, ദുനിയാവിനോടുള്ള ഇഷ്ടം, വരിയാസ, എനിക്ക് നേതൃത്വം കിട്ടണം, എനിക്ക് നേതാവാകണമെന്ന കാര്യം. ഇതിൽ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആരുടെ ഹൃദയത്തിനാണോ സുരക്ഷ നൽകുന്നത്, സമാധാനം നൽകുന്നത്, അവൻ്റെ ഹൃദയമാണ് സലീമായ ഹൃദയമെന്ന് മഹാനായ പണ്ഡിതൻ നമുക്ക് വിശദീകരിച്ച് പഠിപ്പിച്ചു തരികയാണ്. ഫസലിമ മിൻ കുല്ലി ആഫത്തിൻ തഅബുദുഹു അനില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തൊട്ടല്ലാതെ മറ്റു ചിലരിലേക്ക് ആരാധന കടന്നു പോകുന്ന അവസ്ഥ ചില ഹൃദയങ്ങൾക്കുണ്ടെങ്കിൽ അതിൽ നിന്നും രക്ഷപ്പെടേണ്ടതുണ്ട്. വസലിമ മിൻ കുല്ലി അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അതിനോടെതിരാകുന്ന ഒരു രീതി സ്വീകരിക്കുന്ന ഒരു ജീവിതം ഉണ്ടാകരുത്. അങ്ങനെയുള്ള ഹൃദയമായി മാറരുത്. വമിൻ കുല്ലി ശഹ്വത്തിൻ തുആരിദു അംറഹു, അല്ലാഹുവിൻ്റെ കൽപ്പന ഉള്ളിടത്ത് നമ്മുടെ ഹൃദയം ഇച്ഛിക്കുന്നത് ചെയ്യാൻ സാധിക്കാത്ത, അതിന് തോന്നാത്ത ഹൃദയമായി മാറേണ്ടതുണ്ട്. വസലിമ മിൻ കുല്ലി ഇറാദത്തിൻ തുസാഹിമു മുറാദഹു, അല്ലാഹുവിനൊരു ഉദ്ദേശമുണ്ട്,
നമ്മെ ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയച്ചതിൻ്റെ പിന്നിൽ. ആ മുറാദിനോട്, ആ ഉദ്ദേശത്തോട് നമ്മുടെ ഹൃദയത്തിൽ ഒന്നും എതിരിടാൻ ഉതകുന്ന ഒന്നും ഉണ്ടായി വരരുത്. വസലിമ മിൻ കുല്ലി കാത്തിഇൻ യഖ്തഉ അനില്ല. അള്ളാഹുവിനെ തൊട്ട് നമ്മുടെ ബന്ധം മുറിച്ചു കളയും. നമുക്ക് റബ്ബിനോടൊരു ബന്ധമുണ്ട്. നമ്മൾ ഒരുപാട് ആരാധനാ ക്രമങ്ങൾ ചെയ്ത് റബ്ബിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. റബ്ബിനോട് അടുപ്പമുള്ളവരായി നമ്മൾ മാറുന്നുണ്ട്. അതിനെ മുറിച്ചു കളയുന്ന എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഹൃദയമായി വരണം എന്നതാണ്. ഇങ്ങനെയുള്ള ഹൃദയം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ അവർ ദുനിയാവിലെ സ്വർഗത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. അവരുടെ ഹൃദയം കൊണ്ടാണ് അതിനെ അവർ അനുഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. ബർസഖിലും അതിൻ്റെ കാഴ്ചകളും അതിൻ്റെ അനുഭവങ്ങളും എല്ലാം അവർക്ക് ആവോളം ആസ്വദിക്കാൻ അല്ലാഹു ഏർപ്പാട് ഉണ്ടാക്കുമെന്നതിനെ സംബന്ധിച്ചും പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നാളെ യൗമുൽ ഖിയാമയിൽ കടന്നു വരുമ്പോൾ സ്വർഗത്തിൻ്റെ അഹ്ലുകാരാണെന്ന് അവരോട് വിളിച്ചു പറയുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതാണ്. സഹോദരങ്ങളെ, തൗഹീദിനോട് എതിരാകുന്ന ശിർക്ക് എന്നതിനെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി പഠിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഞാൻ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ സിഫാത്തിലും അള്ളാഹുവിൻ്റെ അഫ്ആലിലും അള്ളാഹുവിൻ്റെ ദാത്തിലും ഒന്നും എന്നിൽ നിന്ന് അവന് പങ്കു ചേർക്കുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. എൻ്റെ പ്രാർത്ഥനകളിലും എൻ്റെ സ്നേഹത്തിലും എൻ്റെ പ്രതീക്ഷയിലും എൻ്റെ പേടിയിലും അതിലൊന്നിലും അത് കടന്നു വരുന്നില്ല എന്ന ഉറപ്പ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ ഒരു തൗഹീദ് സ്വീകരിക്കുന്നിടത്ത് നമ്മളൊരു ശിർക്കിനോട് എതിരാവുകയാണ്. ആ ഹൃദയം നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു പോയ പ്രവാചകൻ്റെ ഒട്ടനവധി സുന്നത്തുകളുണ്ട്. അതിനെ മഹജ്ജത്തുൽ ബൈളാ എന്നാണ് വിളിച്ചത്. സെൽപാന്താവ്. ആ സെൽപാന്താവിലേക്ക് പ്രവേശിക്കാൻ, അതിനോടെതിരാകുന്ന ബിദ്അത്തുകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്താണ് ഇതെന്ന് പറഞ്ഞ് പ്രവർത്തിക്കാൻ നമ്മുടെ മനസ്സ് അതിലേക്ക് ഹിതപ്പെട്ട് വരേണ്ടതുണ്ട്. അതിനെ ഇഷ്ടപ്പെടുന്ന മനസ്സായി മാറേണ്ടതുണ്ട്. പ്രവാചകൻ പഠിപ്പിക്കാത്ത അത് എത്ര കണ്ട് നന്മയാണെന്ന് അതിനെ പുതപ്പിട്ട് മൂടി പറഞ്ഞാലും അത് ഞാൻ ചെയ്യുകയില്ല എന്ന് പറയാനും, പ്രവാചകന്റെ സുന്നത്തിൽ മാത്രം ഉറച്ചു നിൽക്കുന്നവനാണെന്ന് നമുക്ക് പ്രഖ്യാപിക്കാനും സാധിക്കുന്നിടത്ത് നമ്മുടെ ഹൃദയം സുന്നത്തിനോട് ചേർന്ന് വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ ഒരുപാട് കൽപ്പനകളുണ്ട്. ദുനിയാവിലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ ആസ്വദിക്കുന്ന, അനുഗ്രഹങ്ങളായി കണക്കാക്കുന്ന കാര്യങ്ങളിൽ പലപ്പോഴും നമ്മൾ മതിമറന്നു പോകുന്നിടത്ത് നമ്മുടെ ശഹ്വത്ത് നമ്മുടെ ജീവിതത്തെ നയിക്കുന്ന, നമ്മുടെ ഇച്ഛകൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് മാറി അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് ഹിതപ്പെട്ടുകൊണ്ട്, അതിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട്, അതിനെ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കേണ്ടതുണ്ട്. അതെല്ലാ മേഖലയിലും കടന്നു വരും. വ്യക്തി എന്ന നിലക്ക്, കുടുംബം എന്ന നിലക്ക്, സാമൂഹിക അന്തരീക്ഷത്തിൽ എല്ലാ നിലക്കും ഇടപെടുന്നവൻ എന്ന നിലക്ക്, ജോലിയുടെ കാര്യത്തിൽ എല്ലാത്തിലും അത് കടന്നു വരുന്നുണ്ട്. അവിടെ റബ്ബിൻ്റെ കൽപ്പനകൾക്കെതിരാകുന്നില്ല, എൻ്റെ ഇച്ഛക്കൊത്ത് ഞാൻ ജീവിക്കുന്നില്ല എന്ന് തീരുമാനിക്കാൻ സാധിക്കേണ്ടതുണ്ട്. നാലാമതായി പറയുന്നത് അള്ളാഹുവിനോടുള്ള അവൻ്റെ സ്മരണയാണ്. റബ്ബിനെ സംബന്ധിച്ചുള്ള സ്മരണയാണ് ജീവിതത്തിൽ എല്ലാ സമയത്തും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം. പ്രത്യേകമായിട്ടും അതുണ്ട് എന്ന് പ്രാർത്ഥനകളിലൂടെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്, ദിക്റുകളായി പഠിപ്പിച്ചിട്ടുണ്ട്. അതിനു പുറമെ ഏതേത് അവസരങ്ങളിലും എൻ്റെ റബ്ബിനെ സംബന്ധിച്ച് എനിക്ക് ഓർക്കാൻ സാധിക്കുന്നു എന്നത്, എൻ്റെ റബ്ബനെ കാണുന്നുണ്ട് എന്ന ഓർമ്മ, അതും ഒരു ദിക്റാണ്. അത് പൊതുവായൊരു ദിക്റാണ്. ആ ദിക്റിൽ ജീവിക്കാൻ സാധിക്കുന്നതിന് പകരം ഗഫലത്തിലേക്ക്, അശ്രദ്ധയിലേക്ക് നമ്മുടെ ഹൃദയം പോയി കഴിഞ്ഞാൽ, അതിലേക്ക് വീണ് കഴിഞ്ഞാൽ അത് പ്രയാസമായി മാറും. അത് സലാമത്തുള്ള ഹൃദയമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ കൂടി കൊള്ളുന്ന മറ്റൊരു സംഗതിയാണത് നമ്മുടെ ഇഖ്ലാസ്. അത് ക്ലിയർ ആയിരിക്കണം എന്ന കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ആരാധനകൾ ചെയ്യുന്നു, അവന് വേണ്ടി മാത്രം ഞാൻ ജീവിക്കുന്നു എന്ന രൂപത്തിൽ അള്ളാഹുവിനോട് നമ്മൾ പ്രഖ്യാപിക്കുന്ന കാര്യം എന്താണ്? എൻ്റെ ജീവിതവും എൻ്റെ മരണവും എൻ്റെ സൽക്കർമ്മങ്ങളെ മുഴുവനും എല്ലാം റബ്ബിനാണ്, ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു ജീവിതം ജീവിക്കുന്നിടത്ത് നമുക്ക് നമ്മുടെ ഹൃദയത്തെ തഖ്വയിൽ രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അടുക്കൽ അങ്ങനെയുള്ളവരാണ് ആദരിക്കപ്പെടുന്നവരെന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്നവർ തഖ്വയുള്ളവരാണ്. ഈ പറഞ്ഞ രൂപേണ ജീവിക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന ഹൃദയത്തിൽ കുടികൊള്ളുന്ന തഖ്വയാണ്. ഈ തഖ്വ ആർക്കാണോ ഉള്ളത് അവരാണ് ആദരിക്കപ്പെടുന്നത്. ദുനിയാവിലെ ഏതെങ്കിലും നിലയും വിലയും സ്ഥാനമാനങ്ങളും നമ്മൾ ആദരിക്കപ്പെടാൻ ഒരുപാട് കാരണമായി മാറിയിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഭൗതികപരമായ, മുറിഞ്ഞു പോകുന്ന, വളരെ നൈമിഷികമായ കാര്യമാണെന്ന് തിരിച്ചറിയാൻ ഈ തഖ്വ കൊണ്ട് നമുക്ക് സാധിക്കും. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. പ്രവാചകൻ പറഞ്ഞു, അത്ഖാക്കും ലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും കൂടുതൽ തഖ്വയുള്ളത് ഞാനാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ എന്നതാണ്. അൽ കറമു അത്തഖ്വ, ആദരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെ തഖ്വയുടെ അടിസ്ഥാനത്തിലാണ് എന്ന സംഗതിയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശആഇറുകൾ ആരെങ്കിലും ആദരിക്കുന്നത്, അതിനെ ബഹുമാനിക്കുന്നത്, അതിനെ ഗൗരവത്തോടെ കാണുന്നത്, അതിനെ മഹത്വപ്പെടുത്തുന്നത് എല്ലാം അത് ഹൃദയത്തിൻ്റെ തഖ്വയുടെ ഭാഗമായി സംഭവിക്കുന്നത് എന്നതാണ്. സഹോദരങ്ങളെ, ഈ ഒരു തഖ്വ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? ജീവിതത്തിൻ്റെ പല അവസരങ്ങളിലും പല നിമിഷങ്ങളിലും നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്, പലതും പ്രവർത്തിക്കുന്നുണ്ട്, പലതും പറയുന്നുണ്ട്, പല കാര്യങ്ങളിലും നമ്മൾ ഉണ്ടാകുന്നുണ്ട്.
നമ്മുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അവിടെ ഈ തഖ്വ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ? നിലനിന്നു പോകുന്ന ഈ തഖ്വ നമ്മുടെ മരണം വരെ നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന ചോദ്യം നമ്മുടെ ഹൃദയത്തിനോട് ചോദിക്കേണ്ടതുണ്ട്. അള്ളാഹു നോക്കുന്നത്, അള്ളാഹു വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്. എല്ലാവർക്കും അറിയുന്ന ഹദീസ, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വ അംവാലിക്കും. നിങ്ങളുടെ സമ്പത്ത് എത്രയുണ്ട്, നിങ്ങളുടെ സ്വത്ത് എത്രയുണ്ട്, നിങ്ങളുടെ രൂപം എങ്ങനെയാണ്, നിങ്ങളുടെ വേഷം എങ്ങനെയാണ് എന്നതിലേക്കല്ല അള്ളാഹു നോക്കുന്നത്. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും. നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. അവിടെ നിലകൊള്ളുന്ന തഖ്വക്കനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തിന്റെ കനവും കട്ടിയും എത്രയുണ്ട് എന്നാണ് അള്ളാഹു നോക്കുന്നത്. അത് അള്ളാഹു നോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ജീവിതം മുഴുവനും ഈ തഖ്വ നമുക്ക് നിലനിന്ന് കിട്ടേണ്ടതുണ്ട് എന്നതാണ്. അള്ളാഹു ഖുർആനിൽ ഒരുപാട് കാര്യങ്ങൾ അത് മുഖേന പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ തഖ്വ നമുക്കുണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മൾ പറയുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഇവിടെ തന്നെയാണ്. ഒരു സഹോദരനോട് ഒരല്പം സമയം സംസാരിക്കുന്നിടത്ത്, അവൻ്റെ പ്രശ്നങ്ങൾ കേൾക്കുന്നിടത്ത്, എന്താണ് അതിൻ്റെ പര്യവസാനമെന്ന് മനസ്സിലാക്കുന്നിടത്ത് തഖ്വയാണ് അതിന് പ്രശ്നമായി കാണുന്നത്. പരിഹാരം അത് തന്നെയാണ്. തഖ്വ ഇല്ല എന്നത് പ്രശ്നവും തഖ്വ ഉണ്ടാകണമെന്നത് പരിഹാരവുമായി മനസ്സിലാക്കുന്നിടത്താണ് നമുക്ക് വിജയമുള്ളത്. ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ സൂക്ഷിക്കണം. ഇതിനുശേഷം മറ്റൊരു ജീവിതം ഇനിയും പരീക്ഷണം പോലെ നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന വിശ്വാസം നമുക്ക് നിലനിൽക്കുന്നുണ്ടോ? അള്ളാഹു ഈ ജീവിതത്തിനപ്പുറത്ത് നിങ്ങളെ നാളെ പരലോകത്തേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന കാര്യം ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച റബ്ബിന് നമ്മൾ ഉണ്ടായതിനു ശേഷം രണ്ടാമത് സൃഷ്ടിക്കുന്നതാണോ അള്ളാഹുവിന് പ്രയാസമാകുന്നത്? ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച റബ്ബ് നമ്മെ എത്ര സെൻസിറ്റീവായ ഈ ജീവിതത്തിലേക്കാണ് നമ്മെ തള്ളിവിട്ടിട്ടുള്ളത്. ഇവിടെ ജീവിക്കുന്നിടത്ത്, നമ്മളെല്ലാ കാര്യങ്ങളും അറിയുന്നിടത്ത്, മനസ്സിലാക്കുന്നിടത്ത്, ചെയ്യുന്നിടത്ത് റബ്ബിനെ സൂക്ഷിക്കാൻ ഇവിടെ നിന്ന് സാധിക്കണം. അള്ളാഹുവിനെ ആരെങ്കിലും സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവന്റെ കാര്യങ്ങളിൽ അള്ളാഹു എളുപ്പമുണ്ടാക്കി കൊടുക്കുന്നവരുണ്ട്. പരലോകത്ത് മാത്രമല്ല സഹോദരങ്ങളെ ഈ എളുപ്പമുണ്ടാക്കി കൊടുക്കുന്നത്, ദുനിയാവിലെ ജീവിതത്തിനെ സംബന്ധിച്ച് കൂടിയാണ് അത് പറഞ്ഞത്. ദുനിയാവിലെ ജീവിതത്തിൽ ഭൗതികപരമായ കാര്യങ്ങളിൽ അള്ളാഹു എളുപ്പമുണ്ടാക്കി തരും. എന്നും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞ് മാത്രം ജീവിക്കുന്നതിന് പകരം എൻ്റെ ജീവിതത്തിൽ എളുപ്പമുണ്ടാകുമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഈ തഖ്വ കൊണ്ട് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ യുകഫിറു അൻഹു സയ്യിആതിഹി വയുഅ്ലിം ലഹു അജ്റാ. അള്ളാഹു അവൻ്റെ പാപങ്ങളെയൊക്കെ വിട്ടുമാപ്പാക്കി കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ഒരുപാട് തിന്മകൾ ചെയ്തു പോയത് പ്രയാസമായി മനസ്സിൽ ഇന്നും പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ, അത് ബുദ്ധിമുട്ടിലാക്കുന്നുണ്ടെങ്കിൽ അതിനെ വിട്ടുമാപ്പാക്കി തരാൻ റബ്ബ് തയ്യാറാണെന്ന് പറഞ്ഞിരിക്കുന്നു. അവൻ്റെ നന്മകൾക്ക് വീണ്ടും വീണ്ടും വർധനവ് കൊടുക്കാൻ, അതിനെ ഇരട്ടിയായി നൽകാൻ റബ്ബിന് സാധിക്കുമെന്ന് പറയുന്നത് എപ്പോഴാണ്? നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നിടത്താണ്. ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു പറയുകയാണ്, അള്ളാഹു അവനൊരു പോംവഴി ഉണ്ടാക്കി കൊടുക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനക്ക് റിസ്ക് നൽകും. അവൻ വിചാരിക്കാത്ത ഇടത്തിലൂടെ, അവൻ നിനക്കാത്ത വഴിയിലൂടെ അവന് അള്ളാഹു റിസ്ക് നൽകുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. സഹോദരങ്ങളെ, എന്തെല്ലാം പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം പ്രശ്നങ്ങൾ തന്നെയല്ലേ? ഈ ദുനിയാവിന് ശേഷം മറ്റൊരു ജീവിതം ലഭിച്ച് അവിടെ ഒരു പരീക്ഷണ ലോകമുണ്ടായി ഇനിയും ജീവിക്കാൻ അവസരം ലഭിക്കുന്നുണ്ട് നമ്മൾ കരുതുന്നുണ്ടോ? ഈ ദുനിയാവിൽ നമ്മൾ ഒന്നുകൂടി പ്രായോഗികമായി ചിന്തിക്കുന്നിടത്ത് ഈ ആയത്തുകൾ നമ്മെ വീണ്ടും വീണ്ടും ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്ര കണ്ട് തഖ്വ പാലിക്കുന്നവരായിട്ടുണ്ട്? ഒരുപാട് കാര്യങ്ങളിൽ പങ്കുകൊള്ളുന്ന നമുക്ക് ഇത് ജീവിതത്തിൽ പാലിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം വീണ്ടും വീണ്ടും നമ്മുടെ ഹൃദയത്തോട് ചോദിക്കുന്നിടത്ത് വലിയ വലിയ വിജയത്തിലേക്ക് നമുക്ക് കൂടുതൽ അടുക്കുവാൻ സാധിക്കുമെന്ന് അള്ളാഹു ചില ഘടകങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അത് നമ്മോട് പറയുന്നുണ്ട്. നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം, നിങ്ങൾ തഖ്വയുള്ള ആളുകളായി മാറണമെന്ന് പറഞ്ഞു. ഫത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അല്ലത്തി വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ നരകത്തിലെ ഇന്ധനമെന്ന് പറഞ്ഞാൽ അത് മനുഷ്യരും കല്ലുകളുമാണ്. ദൗർബല്യമായ ഈ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. നരകത്തിൽ അള്ളാഹു അവിടെ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് മനുഷ്യരെയാണ് പോലും, അവിടെ ഉപയോഗിക്കുന്നത് കല്ലുകളെയാണ് പോലും. അള്ളാഹുവിൻ്റെ കോടാനുകോട് സൃഷ്ടികളിൽ അള്ളാഹു മനുഷ്യൻ അതിലേക്ക് ചേർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനും തന്നെയാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ആ ദിവസത്തെ നിങ്ങൾ പേടിക്കേണ്ടതുണ്ട്. സുമ്മ തുവഫ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ, എല്ലാവർക്കും അവർ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലം അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കും. അവരാരും അനീതിക്ക് അവിടെ അള്ളാഹുവിൻ്റെ ലോകത്ത് എന്താകുന്നില്ല, വിധേയരാകുന്നില്ല എന്ന് പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല തഖ്വയാണ് നമ്മിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഖുർആൻ നമുക്ക് മുമ്പിലുണ്ടായിട്ട് അവിടെ അള്ളാഹു ആദ്യമായി പറഞ്ഞു വെച്ചത് ഹുദല്ലിൽ മുത്തഖീൻ. ഈ ഖുർആൻ മുത്തഖീങ്ങൾക്കുള്ള ഹുദയാണ്, സന്മാർഗമാണ് എന്ന സംഗതിയാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരു സന്മാർഗം നമുക്ക് വെച്ച് തന്നിട്ടുണ്ട്. ഈ ജീവിതത്തിൽ, ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതത്തിൽ ഒരു സന്മാർഗം നമുക്ക് കാണിച്ചു തരാൻ ഖുർആനിനെ നമുക്ക് മുമ്പിൽ വെച്ചിട്ടുണ്ട് എന്നതാണ്. അവിടെ ആ സംഗതി നേടിയെടുക്കുന്ന ആളുകളുടെ ക്വാളിറ്റി, അവരുടെ സവിശേഷത അള്ളാഹു ഖുർആനിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. ആർക്കറിയാത്ത ആയത്താണ് സൂറത്തുൽ ബഖറയുടെ 1-ാമത്തെ പേജ്. ആദ്യ പേജിൽ തന്നെ അള്ളാഹു അത് പറയുകയാണ്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വയുഖീമൂന സ്വലാത്ത് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അള്ളാഹു പറഞ്ഞിരിക്കുന്നത് എത്ര വലിയ സത്യമാണ്.
ഈ ആളുകൾക്ക് സാധിക്കുന്നതാണ് പറയുന്നത്. ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്, അദൃശ്യത്തിൽ വിശ്വസിക്കുന്നത്. ഈ അദൃശ്യം എന്ന സംഗതി നമ്മൾ പറയുന്നിടത്ത് പരലോകമുണ്ട്, ഖബറുണ്ട്, എല്ലാമുണ്ട്, സ്വർഗ്ഗനരകങ്ങളുണ്ട്, എല്ലാമുണ്ട്. അതിൽ വിശ്വസിക്കുന്നവരാണ് അവർ എന്നാണ്. ഇതിൽ വിശ്വസിക്കാത്തവനെ പോലെ, അത് അറിയാത്തവനെ പോലെ, അതറിയാത്ത മട്ടിൽ ജീവിക്കുന്നത് പോലെ ഒരു ജീവിതം നമുക്ക് സൗകര്യപ്പെടുത്തേണ്ട ആവശ്യം എന്തുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന ആളുകൾ, അതിൽ അവിശ്വസിക്കുന്നവരല്ല നമ്മൾ. അത് പറയാതെ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ പോലും ഉണ്ടാകാൻ പാടില്ലാത്ത സംഗതിയിൽ നമ്മളുണ്ടോ എന്ന് പരിശോധിക്കുക. അവിടെ അല്ലാഹു പറയുന്നു, വയുഖീമൂന സ്വലാത്ത്, നിസ്കരിക്കുന്ന മുറ പോലെ നിർവഹിക്കുന്ന ആളുകളാണ്. വമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ, അല്ലാഹു റിസ്ഖായി നൽകിയതിൽ നിന്ന് മറ്റുള്ളവർക്ക് ചെലവഴിക്കാൻ കൊടുക്കുന്ന ആളുകൾ, സ്വതക്ക നൽകുന്ന ആളുകൾ. ഇതാണ് അവരുടെ സവിശേഷതയായി പഠിപ്പിച്ചിട്ടുള്ളത്. വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബലിക, പ്രവാചകനിൽ വിശ്വസിക്കുന്നവരാണ്, പ്രവാചകൻ അവതരിപ്പിച്ചതിൽ വിശ്വസിക്കുന്നവരാണ്. മുൻപ് കഴിഞ്ഞു വന്ന പ്രവാചകന്മാർക്ക് ലഭിച്ച തൗറാത്ത്, ഇൻജീൽ, സബൂർ പോലുള്ള വേദഗ്രന്ഥങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, റബ്ബിന്റെ പരലോകത്തിൽ ദൃഢമായി വിശ്വാസമുള്ളവരാണ്, പരലോകം വരുമെന്ന ഉറപ്പിൽ ജീവിക്കുന്നവരാണ്. പലപ്പോഴും ആളുകൾക്കുണ്ടായ ഹൃദയത്തിന് ബാധിച്ചു പോകുന്ന ഒരു വലിയ പ്രയാസമാണ് പരലോകം എന്ന ബോധം നഷ്ടപ്പെടുന്നിടത്ത് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, തിന്മകൾ, ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന അപജയങ്ങൾ. അവിടെ പരലോകമുണ്ടെന്ന ദൃഢബോധമുള്ള ആളുകളെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നു, ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം, അല്ലാഹുവിൽ നിന്നുള്ള സന്മാർഗ്ഗത്തിൽ ജീവിക്കുന്ന ആളുകളാണ് ഈ പറഞ്ഞ വിശ്വാസമുള്ള ആളുകൾ. വ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാണ് വിജയിക്കുന്നവരെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ തഖ്വയില്ലാതെ ജീവിതത്തിൽ വിജയമുണ്ടാവുകയില്ല. നമുക്ക് നമ്മെ സുഖപ്പെടുത്തുന്ന, നമ്മെ ആസ്വദിപ്പിക്കുന്ന, നമ്മെ വഞ്ചിച്ച് കളയുന്ന ജീവിതത്തിൻ്റെ ചുറ്റുപാടുമുള്ള സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും പലപ്പോഴും ഈ ദുനിയാവിനോടുള്ള മോഹം കൊണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ ഹുബ്ബു ദുനിയ, ദുനിയാവിനോടുള്ള മോഹം കൊണ്ട് ഇതിൻ്റെ അടിമകളാക്കി നമ്മെ മാറ്റിയിട്ടുണ്ടെങ്കിൽ പരലോകം വരുമെന്ന ദൃഢവിശ്വാസമുള്ളവരാണെന്ന് പറഞ്ഞവരിൽ നമ്മളില്ലേ എന്നൊരു ചോദ്യം നമ്മുടെ ഹൃദയത്തിനോട് നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ചോദ്യം വന്നതിന് ശേഷം നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന തോന്നലാണ് നമുക്കുണ്ടാകുന്നതെങ്കിൽ അള്ളാഹു വിളിക്കുന്നത് അവനോടുള്ള പാപമോചനത്തിലേക്കാണ്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, അള്ളാഹു നിങ്ങളെ ക്ഷണിക്കുകയാണ്, നിങ്ങൾ വേഗത്തിൽ കടന്നു വരണം, ദ്രുതഗതിയിൽ കടന്നു വരണം അള്ളാഹുവിനോട് പാപമോചനം നടത്തുന്ന കാര്യത്തിലേക്ക്. റബ്ബിനോട് നിങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കണം, റബ്ബേ എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള്, ഈ കണ്ട നന്മകൾ മുഴുവനും ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കേണ്ടത് റബ്ബിൻ്റെ ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗമാണ്. അള്ളാഹു അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നു. ഉഇദ്ദത്തിൽ മുത്തഖീൻ, അള്ളാഹു ഇതിനെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് മുത്തഖീങ്ങളായ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്, അതിനെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് മുത്തഖീങ്ങളായ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ ആളുകളുടെ വിശേഷണം വീണ്ടും പറഞ്ഞിരിക്കുന്നു. ജീവിതത്തിൽ നമ്മളിതിനെ പ്രായോഗികമായി പരിശോധിക്കുന്നിടത്ത്, അതിനെ കൊണ്ടുവരുന്നിടത്ത് ആ കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ, ക്ഷാമത്തിലും ക്ഷേമത്തിലും ചിലവഴിക്കുന്ന ആളുകളാണ്. ഒരുപാടുണ്ടാകുമ്പോൾ മാത്രം മറ്റുള്ളവരെ സഹായിക്കാൻ തോന്നുന്ന മനസ്സല്ല, ഇല്ലാത്ത സമയത്ത് ഉള്ളത് വെച്ച് കൊടുക്കാൻ തോന്നുന്ന മനസ്സ്. അത് സറായിലും ദൊറായിലും, പ്രയാസത്തിൻ്റെ കാലത്തും എല്ലാം ഉള്ള കാലത്തും തോന്നുന്ന ഒരു മനസ്സാണ്. അങ്ങനെയുള്ള സ്വഭാവമുള്ള ആളുകളാണ് ഈ ആളുകൾ എന്ന് പറഞ്ഞിരിക്കുന്നു. അവരെ അള്ളാഹു ക്ഷണിക്കുന്നത് അവൻ്റെ പാപമോചനത്തിലേക്കാണ്. വൽകാദിമീനൽ ഗൈള്, അവർ തങ്ങളുടെ കോപത്തെ പിടിച്ചു വെക്കുന്ന ആളുകളാണ്. വൽആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നവരാണ്. ചെറിയ ചെറിയ നിസാരമായ കാരണങ്ങൾ പറഞ്ഞും നമ്മെ ബാധിക്കാത്ത പല വിഷയങ്ങളും ചർച്ചക്കെടുത്തുകൊണ്ട് മറ്റുള്ളവരെ വെറുപ്പിച്ച്, മറ്റുള്ളവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കി, മറ്റുള്ളവർക്ക് മടുപ്പുണ്ടാക്കി നമ്മൾ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളും വാക്കുകളും നാളെ പരലോകത്ത് നമുക്ക് പ്രതികൂലമായി ബാധിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഇവിടെ ഈ പരലോകത്തിൽ നമ്മൾ ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന ചോദ്യം നമ്മെ പ്രയാസപ്പെടുത്തും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിൽ ദൃഢത നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നവരായി മാറണം. നമ്മുടെ ദേശത്തെ പിടിച്ചു വെക്കാൻ സാധിക്കുന്നവരായി മാറേണ്ടതുണ്ട്. എല്ലാ കാലത്തും സാധിക്കേണ്ടതുണ്ട്. വീട്ടിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആളുകളോട് പെരുമാറുന്നിടത്ത് മാത്രമല്ല, ഈ കാലത്ത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ വാക്കുകൾ എഴുതി ചേർക്കുന്ന ആളുകളാണ്, അവിടെ ആളുകൾക്ക് കമന്റ് ഇടുന്ന ആളുകളാണ്, പലതും പറഞ്ഞു പിടിപ്പിക്കുന്നവരാണ് നമ്മൾ. അവിടെയെല്ലാം അത് നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ റബ്ബിന്റെ കോടതിയിൽ കടന്നു വരുമെന്നുള്ള ബോധവും ആ തിരിച്ചറിവും ജീവിതത്തിൽ നമ്മെ അലട്ടിയില്ല എങ്കിൽ ഏത് പരലോകത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്ന തോന്നലും ചോദ്യവും നമ്മുടെ ഹൃദയത്തിനോട് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു മുഹ്സിനീങ്ങളായ ആളുകളെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. വല്ലദീന ഇദാ ഫഅലു ഫാഹിഷതൻ ഔ ളലമു അൻഫുസഹും, അല്ലാഹു പറയുകയാണ്, ഫാഹിഷത്ത്, ജീവിതത്തിലെ ഏതെങ്കിലും അർത്ഥത്തിലും വൃത്തികേടുകളായ കാര്യങ്ങൾ പ്രവർത്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് എന്ന് അല്ലാഹു പറയുകയാണ്. ഔലലമു അൻഫുസഹും, സ്വന്തത്തോട് അതിക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇതല്ലേ പ്രശ്നം? എൻ്റെ സ്വന്തത്തോട് പലതും ചെയ്തു കൂട്ടേണ്ട സാഹചര്യം ഈ ഭൂമിയിൽ ഇത്രയും ആയുസ് ലഭിച്ചിടത്ത് ഞാൻ ചെയ്തു പോയിട്ടുണ്ട്. ആ മനസ്സിൽ ഉണ്ടാകുന്ന തോന്നലുകൾ, നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മൾ പറയുന്ന വാക്കുകൾ, പലപ്പോഴായി ചെയ്തു കൂട്ടിയത് ഒരുപക്ഷെ ആരോടും പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ തളം കെട്ടി നിൽക്കുന്ന ആ രൂപത്തിലുള്ള പ്രയാസങ്ങൾ, അതൊക്കെ ഉണ്ടെങ്കിൽ റബ്ബ് ചോദിക്കുകയാണ്, അങ്ങനെ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ
അങ്ങനെ പ്രവർത്തിച്ചവരാണെങ്കിൽ വിശ്വാസികൾ എങ്ങനെയായിരിക്കുമെന്നും റബ്ബ് പറഞ്ഞു തരികയാണ്. സ്വന്തത്തോട് അതിക്രമം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെ ഓർക്കുന്നവരാണ് അവരെന്നാണ്. ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന, തികച്ചും മനസ്സിലാക്കുന്ന ഏതെങ്കിലും ഒരു സംഗതിയുടെ പരിസരത്ത് നമ്മളത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ ഓർക്കുന്നവരായി അവർ മാറും. ഫസ്തഗ്ഫറു ലിദുനൂബിഹിം, അവരുടെ പാപങ്ങൾക്ക് അള്ളാഹുവിനോട് അവർ ഇസ്തിഗ്ഫാർ നടത്തും. അള്ളാഹു പറയുകയാണ്, സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസത്തെ തട്ടി ഉണർത്തുകയാണ് ഈ ഖുർആനിൻ്റെ ആയത്തുകൾ, ഈ വചനങ്ങൾ. വമയ്യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാണ് നിങ്ങൾക്ക് പുറത്തു തരിക എന്ന്. സഹോദരങ്ങളെ, ഒരു പ്രശ്നമുണ്ടെങ്കിൽ, നമ്മുടെ ഒരു സുഹൃത്തിനോടൊരു പ്രശ്നമുണ്ടെങ്കിൽ അവനോട് പറഞ്ഞ് അത് മാറ്റാൻ നമ്മൾ കിണഞ്ഞ് പരിശ്രമിക്കും. നമ്മുടെ റബ്ബിനോട് പറഞ്ഞ് കിണഞ്ഞ് നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ടോ? ആ ചോദ്യമാണ് റബ്ബ് ചോദിക്കുന്നത്. വമയ്യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, ജീവിതത്തിൽ സംഭവിച്ചു പോയ ഈ തിന്മകൾ അള്ളാഹു അല്ലാതെ നിങ്ങൾക്ക് ആര് പുറത്തു തരും? വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്ത തിന്മയിൽ ഉറച്ചു നിൽക്കാതെ അതിൽ നിന്ന് മാറി റബ്ബാണ് എനിക്ക് പുറത്തു തരുന്നത് എന്ന ബോധ്യത്തോടുകൂടെ അള്ളാഹുവിനെ ഓർക്കാൻ ജീവിതത്തെ മാറ്റിയെടുക്കാൻ തയ്യാറാവുക. ഈ ജീവിതം തന്നെയാണ് നമ്മൾ പ്രായോഗികമായി മതത്തിൻ്റെ കാര്യത്തെ, ഇസ്ലാമിയാത്തുകളെ, ആദാബുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ മര്യാദകളെ കൊണ്ടുവന്ന് നമ്മൾ ഇതിനെ പരിഭാവനമായി കൊണ്ടുവരേണ്ടത്, ദീനിൻ്റെ ഓരത്തും ചാരത്തും നമ്മൾ നിൽക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ തന്നെയാണ്, ഈ ദീൻ പുലർത്തുന്ന അവസ്ഥയിൽ തന്നെയാണ് എന്നതാണ്. നമ്മൾ നന്മ എന്ന് പറഞ്ഞെടുത്ത്, പുണ്യമെന്ന് പറഞ്ഞെടുത്ത് എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്, നിങ്ങൾ നന്മ എന്ന് പറഞ്ഞാൽ, പുണ്യമെന്ന് പറഞ്ഞാൽ എന്താണ് ധരിച്ചിരിക്കുന്നത്? മശ്രിഖിലേക്കും മഗ്രിബിലേക്കും, കിഴക്കിലേക്കും പടിഞ്ഞാറിലേക്കും മുഖം തിരിക്കുക എന്നതിലല്ല നന്മ നിലനിൽക്കുന്നത്. അള്ളാഹു പറയുകയാണ്, വലാകിന്നൽ ബിർറ, മറിച്ച് പുണ്യമെന്ന് പറഞ്ഞാൽ, പുണ്യവാൻ എന്ന് പറഞ്ഞാൽ മൻ ആമന ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. ശ്രദ്ധിക്കുക, എന്നിട്ട് ആലോചിക്കുക, എൻ്റെ ജീവിതത്തിൽ ഞാൻ പുണ്യവാനാണെന്ന് റബ്ബിൻ്റെ മുമ്പിൽ കണക്കാക്കുമോ എന്ന് നമ്മൾ ആലോചിക്കുക. ഈ ആയത്ത് കേൾക്കുന്നിടത്ത് മൻ ആമന ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. എന്നിട്ട് പറയുകയാണ് റബ്ബ്, വൽ യൗമിൽ ആഖിർ, പരലോകത്തിൽ വിശ്വസിക്കുന്നവനാണ്. വൽ മലായികത്ത്, മലക്കുകളിൽ വിശ്വസിക്കുന്നവനാണ്. വൽ കിതാബി വൻ നബിയ്യീൻ, അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥം അതിൽ വിശ്വസിക്കുന്നുണ്ട്, പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നുണ്ട്. വആതൽ മാല അലാ ഹുബ്ബിഹി, തനിക്കിഷ്ടമുള്ള സാധനം, വസ്തു തൻ്റെ സമ്പത്തിൽ നിന്ന് എടുത്തു കൊടുക്കാൻ മനസ്സുള്ളവൻ അവനാണ് പുണ്യവാൻ. ദവിൽ ഖുർബ, കുടുംബത്തിന്. വൽ യതാമ, യതീമുകളായ ആളുകൾക്ക്. വൽ മസാകീൻ, സാധുക്കളായ ആളുകൾക്ക്. വബിനി സബീൽ, വഴിപോക്കന്മാരായ ആളുകൾക്ക്. വസ്സായിലീൻ, ചോദിച്ചു വരുന്നവർക്ക്. വഫിർ റിഖാബ്, അടിമ മോചനത്തിന് വേണ്ടി നൽകുക. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് അതുണ്ടല്ലോ. വഅഖാമസ്സലാത വആതസ് സകാത്ത്, നിസ്കാര മുറ പോലെ നിർവഹിക്കുന്നവനാണ്, സകാത്ത് നിർവഹിക്കുന്നവനാണ്. വൽ മൂഫൂന ബിഅഹദിഹിം ഇദാ അഹദു, ഏതെങ്കിലും ഒരർത്ഥത്തിൽ കരാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോടെങ്കിലും അത് പൂർത്തീകരിക്കുന്നവനാണ്. വസ്സബിരീന ഫിൽ ബഅസാഇ വദ്ദറാഇ വഹീനൽ ബഅസ്, ബഅസാഇന്റെയും ദറാഇന്റെയും കാലത്ത്, ബുദ്ധിമുട്ടിന്റെയും പരീക്ഷണത്തിന്റെയും ഉപദ്രവങ്ങളേറ്റ ജീവിതത്തിലെ കാലഘട്ടങ്ങൾ, രോഗമുള്ള കാലഘട്ടങ്ങൾ, മുറിവേറ്റ കാലഘട്ടങ്ങൾ, പരീക്ഷണങ്ങൾ ഭൂമിയിൽ മനുഷ്യരൊന്നാകെ ബാധിക്കുന്ന കാലഘട്ടങ്ങൾ, ഇവിടെയൊക്കെ ക്ഷമിക്കുന്ന ആളുകൾ. വഹീനൽ ബഅസ്, യുദ്ധത്തിന്റെ കാലത്തും ക്ഷമിക്കുന്ന ആളുകൾ. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് അങ്ങനെ നിലനിന്നിട്ടുണ്ടല്ലോ എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. ഉലൈകല്ലദീന സ്വദഖു, ഇവരാണ് സത്യസന്ധന്മാർ. ഈ കൂട്ടത്തിൽ നമ്മളുണ്ടോ എന്ന് പരിശോധിക്കുക, ചേർത്ത് വെച്ച് പരിശോധിക്കുക. സ്കെയിൽ വെച്ച് നമ്മൾ വരക്കുമ്പോൾ എത്ര കണ്ട് അതിൻ്റെ വര നേരെയായി വരുന്നുണ്ട്, അത്ര കണ്ട് പരിശോധനയിൽ നീതി പുലർത്താൻ ശ്രമിക്കുക. അവിടെ നമ്മളുണ്ടോ എന്ന് മനസ്സിലാക്കുക. വലാകിന്നൽ ബിർറ, അപ്പോൾ നമ്മൾ പുണ്യവാനാണ്. മറിച്ച് ഇതാണ് പുണ്യമെന്ന് റബ്ബ് പറഞ്ഞില്ലേ, ആ പുണ്യത്തിൽ ഞാനുണ്ടോ, ആ നന്മ ചെയ്യുന്നവരിൽ ഞാനുണ്ടോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഉലൈക ഹുമുൽ മുത്തഖൂൻ, ഇവരാണ് തഖ്വയുള്ള ആളുകൾ എന്ന് പഠിപ്പിച്ചിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന, നമ്മുടെ ചെയ്യാൻ കഴിയുന്ന ആ ഒരു അവസ്ഥയിൽ കടന്നു വരും. നമുക്ക് പരിധിയിലുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. പക്ഷേ പലപ്പോഴും അത് ചെയ്യാൻ സാധിക്കാതെ അതിൽ നിന്നെല്ലാം മാറി സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നിടത്ത് നമ്മൾ വലിയ പ്രയാസത്തിലാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് കൂടുതൽ അടുക്കുവാൻ സാധിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുക എന്നത് മാത്രമാണ് നമുക്ക് അനിവാര്യമായിട്ടുള്ള കാര്യം എന്ന് നമ്മൾ തിരിച്ചറിയുക.